ഹായ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് അവിൽ മിൽക്കാണ്. പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം, എല്ലാവരും ഉണ്ടാക്കുന്നതാണ്. എന്നാലും ഞാനൊന്ന് കാണിക്കാമെന്ന് കരുതി. പിന്നെ അതിൻ്റെ കൂടെ വേറൊന്നുകൂടെ ഉണ്ട്, അരി വറുത്തതും തേങ്ങ ചിരവിയതും കട്ടൻ ചായയും. ഇത് മൂന്നൂടെ മിക്സ് ചെയ്തിട്ടാണ് എൻ്റെയൊക്കെ ചെറുപ്പകാലത്തിൽ 4 മണിക്കുള്ള ചായ ഞങ്ങൾ കുടിച്ചിരുന്നത്. നിങ്ങൾ എല്ലാവർക്കും അറിയണ്ടാവും, പക്ഷേ ന്യൂ ജനറേഷന് വേണ്ടിയിട്ടാണ് ഞാനിത് കാണിക്കുന്നത്. അവർക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. അതുപോലെ അവിൽ മിൽക്ക് ഡിന്നറായിട്ട് നമുക്ക് കഴിക്കാം. ഹെവി ഫുഡൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഒരു ഡിന്നറായിട്ട് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇനി നമുക്ക് അരിമണിയും ചായ ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാൻ കട്ടൻ ചായ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പഞ്ചസാര ഇട്ടതാണ്. പഞ്ചസാര നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ ഇടണ്ട, കാരണം തേങ്ങയിൽ ചെറിയ മധുരമുള്ളതുകൊണ്ട് ആവശ്യം ഉണ്ടാവില്ല. പിന്നെ അരി വറുത്ത് നമ്മൾ സാധാ ചോറ് വെക്കുന്ന അരിയാണ് വറുക്കുക. അത് വെറുതെ ചട്ടി ചൂടാക്കി അതിലേക്ക് ഇട്ടാൽ തന്നെ പൊരിഞ്ഞു വരും. മറ്റേ എണ്ണയോ മറ്റോ ഒന്നും ചേർക്കരുത്. അതുപോലെ തേങ്ങ ചിരവിയത്. നമ്മൾ കുറച്ച് പേരുടെയെങ്കിലും ചെറുപ്പകാലത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുപോവുകയാണ്. ആ ഒരു മഴ നനഞ്ഞ് ഇങ്ങനെ വന്ന് 4 മണിയാകുമ്പോൾ ഈ ചായ കുടിച്ചിട്ടുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം, കമൻറ്റ് ചെയ്യണം. വീഡിയോ ഫുള്ള് കാണണം, എന്നാലേ എനിക്ക് അടുത്ത് വരാൻ പോകുന്നത് അവിൽ മിൽക്കാണ്, അതുകൂടെ നോക്കണം. ചെറുപ്പത്തിൽ 4 മണിക്ക് സ്കൂളിട്ട് വന്നപ്പോഴൊക്കെ കുടിച്ചൊരു ഓർമ്മ നന്നായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും പരീക്ഷ നോക്കണം. എല്ലാ വീഡിയോയിലും ഞാൻ നന്നായിട്ടുണ്ട് എന്നാണ് പറയാറ്. പക്ഷെ നിങ്ങൾ നന്നായാൽ മാത്രം നന്നായിട്ട് പറയാം, നിങ്ങൾ കമൻറ്റ് ചെയ്യണം. എന്നാലും എനിക്ക് അടുത്ത വീഡിയോയിൽ നല്ല നല്ല വീഡിയോകൾ ഇടാൻ പറ്റുള്ളൂ. ഇതുവരെ നെഗറ്റീവായിട്ട് ആരും ഒന്നും പറഞ്ഞില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അറിയിക്കണം. അപ്പോൾ നമുക്കിനി അവിൽ മിൽക്ക് ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ചെമ്പ അവിൽ വറുത്ത് വെച്ചിട്ടുണ്ട്. വറുക്കാൻ നല്ല ചൂടായ ചട്ടിയിലിട്ടിട്ട് വെറുതെ ചൂടാക്കി ഒന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതി. കാരണം അത് പെട്ടെന്ന് അലിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഡ്രൈ ആക്കുന്നത്. ഇനി പഞ്ചസാര ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. അതുമാതിരി പഴം, ഞാൻ ചെറുപഴ സാധാരണ അവിൽ മിൽക്കിൽ ഉപയോഗിക്കുക. ചെറുപഴ ഇവിടെ കിട്ടാനില്ല. ചെറുപഴത്തിന് ഇപ്പോൾ വില കൂടുതലുമാണ്, 28 റിയാലൊക്കെയാണ് 1 കിലോ ചെറുപഴത്തിന്. അതുകൊണ്ട് ഞാൻ സൗദി പഴം എടുത്തിട്ടുള്ളത്, ഫിലിപ്പീനിൽ നിന്ന് വരുന്നതാണ്. അത് ചെറുതായി കട്ട് ചെയ്തിട്ട് അങ്ങോട്ട് നല്ല കൂട്ടി യോജിപ്പിക്കണം അതിൻ്റെ കൂടെ. പിന്നെ അരി വറുത്ത് കുറച്ച് ചേർക്കുന്നുണ്ട്. കുറച്ചുകൂടെ അവിൽ ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ കടല വറുത്തത് ചേർക്കുന്നുണ്ട്. ഈ കടല വറുത്തതും അണ്ടിപ്പരിപ്പൊന്നും ചേർക്കേണ്ട കാര്യമല്ല ശരിക്ക്. പിന്നെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് അങ്ങനെ അത് ചേർത്തുന്നേ ഉള്ളൂ. ഞാൻ അതൊക്കെ ഒഴിവാക്കിയിട്ട് ചെയ്താൽ മതി. പിന്നെ നാട്ടിലാവുമ്പോൾ ആൾക്കാർ ഈ ചെറി അതുമാതിരി ടൂട്ടി ഫ്രൂട്ടി ഇതെല്ലാം ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് സാധാ രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത വെറുതെ പാലും പഴവും അവിലും അരി വറുത്തോടെ ഉണ്ടെങ്കിൽ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് അണ്ടിപ്പരിപ്പാണ്, ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് കൂടെ ഇടുന്നുണ്ട് ഇതിൻ്റെ കൂടെ. പിന്നെ ഞാനൊക്കെ ചെറുപ്പത്തിൽ ഉണ്ടാക്കിയിരുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തണുത്ത വെള്ളം, നല്ല മൺപാത്രത്തിൽ വെള്ളം തണുപ്പിച്ചിട്ട് അതിൽ പഞ്ചസാര ഇട്ട് അവിലും ചെറുപഴം ചേർത്ത് അങ്ങ് നല്ല മിക്സ് ചെയ്തിട്ടാണ് കഴിച്ചിരുന്നത്. അത് നല്ലൊരു ടേസ്റ്റാണത്. നിങ്ങൾക്ക് അങ്ങനെ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ നോക്കി നോക്കും. നല്ല വെള്ളം തണുപ്പിച്ച് പഞ്ചസാര ഇട്ട് കലക്കിയ വെള്ളം തണുപ്പിച്ച് പഴവും അവിലും ഈ അരിമണി വറുത്തോടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അതൊന്ന് പരീക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അത് നന്നായിരിക്കും. കുട്ടികളാകുമ്പോൾ ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടാൻ പ്രയാസമാവും. അതുകൊണ്ടാണ് ഞാൻ ഈ പാൽ ഉപയോഗിച്ചത്. പാലാവുമ്പോൾ
നല്ലതാണല്ലോ. കുറച്ച് പാലുമായി, അവിലുമായി, പഴമായി, ഒന്നും ശരീരത്തിന് ദോഷമുള്ള ഒരു വിഭവം ഒന്നും ചേരുന്നില്ല. അതുകൊണ്ട് വളരെ നന്നായിരിക്കും. അപ്പോൾ നിങ്ങൾ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ അറിയിക്കണം. കുറച്ചുകൂടെ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. പാല് തിളപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച പാലാണ്. അതിൽ ഞാൻ പഞ്ചസാര ഇട്ടിട്ടില്ല, അതുകൊണ്ടാണ് വീണ്ടും പഞ്ചസാര ഇട്ടത്. നിങ്ങൾക്ക് ആവശ്യത്തിന് ചേർത്താൽ മതി.